Hello guys, welcome back to my YouTube channel. Bacalvo. Feel the heat, the flames arise in this kitchen where flavors surprise. Chop the garlic, dance with the zest. Bacalvo's magic, it's time for the quest. Oh, let the fire blaze, the dishes ignite. Cooking with passion, it feels so right. Bacalvo. Stirring up love in every pot and pan. Bacalvo vibes, come join the അപ്പോൾ club. ഗൈസ് ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ സ്റ്റൈല് ഓവൻ ബേക്ക്ഡ് ബീഫ് റിബ്സ്. അപ്പോൾ പടക്കല്ലേ വേട്ടൻ്റെ പടം. ബീഫ് ലോങ് റിബുകൾ എന്ന് പറയുന്നത് ബീഫ് മാംസത്തിന്റെ നീണ്ട വലിയ റിബുകളാണ്. ഈ റിബുകൾ ബീഫിന്റെ കോസ്റ്റൽ റിബ് ഭാഗങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. കോസ്റ്റൽ റിബ്സ് എന്നത് പശുവിന്റെ ശ്വാസനാളത്തിന്റെ തൊട്ടടുത്തുള്ള ഭാഗമാണ്. ഈ ഭാഗം വളരെ കൊഴുപ്പുള്ള നല്ല മാർബിൾ മാംസങ്ങളായാണ് കാണപ്പെടുന്നത്. ഇവ നമ്മൾ സ്ലോ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ വളരെ ടെൻഡറായി മാറുകയും ക്രിസ്പിയായ പുറംഭാഗം ലഭിക്കുകയും ചെയ്യുന്നു. ഈ കോസ്റ്റൽ റിബ്സിൽ നിന്നാണ് നമുക്ക് പലതരത്തിലുള്ള കട്ടുകൾ ലഭിക്കുന്നത്. അതായത് റിബ് ഐ സ്റ്റേക്ക്, പ്രൈം റിബ് റോസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ലോങ് റിബ്സും ഷോർട്ട് റിബ്സും ഇവയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ റിബുകൾ പലപ്പോഴും ഡീനോ റിബുകൾ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. കാരണം ഇവയുടെ വലിപ്പം ഡൈനോസറിൻ്റെതായി ഉപമിക്കുന്നു. ഈ കട്ട BBQ സംസ്കാരത്തിന്റെ ഒരു വളരെ പ്രധാന ഭാഗമായാണ് അറിയപ്പെടുന്നത്. ഏത് രീതിയിൽ പാചകം ചെയ്താലും ഈ റിബുകൾ ടെൻഡർനെസ്, ഫ്ലേവർ, ക്രിസ്പി ടെക്സ്ചർ ആയതുകൊണ്ടും ബീഫ് ലവേഴ്സിന് അവിസ്മരണീയമായ രുചികരമായ അനുഭവം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് കുട്ടനെ ആദ്യമായിട്ട് അങ്ങോട്ട് എടുക്കുക. അതിൻ്റെ മുകളിലുള്ള ഫാറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ചെത്തി നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുക്കുക അവനെ. പിന്നെ നമുക്ക് എന്തെങ്കിലും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോയിൽ പേപ്പർ വേണം. ഫോയിൽ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ബീഫ് കുട്ടനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവ് ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ കുറച്ച് ഉപ്പ്, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗാർലിക് പൗഡർ, അതിൻ്റെ മുകളിൽ കുറച്ച് ഒനിയൻ പൗഡർ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എടുക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് നമ്മളിവനെ ഓവണിലേക്ക് നേരെ കയറ്റുക. നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് 150 ഡിഗ്രിയിൽ 3 അവേഴ്സാണ്. അപ്പോൾ നമ്മളിത് സ്ലോ കുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യണത്. അങ്ങനെ ചെയ്താലാണ് നല്ല അടിപൊളി ജ്യൂസി നല്ല ടെൻഡറായിട്ട് വരുള്ളൂ. പിന്നെ നമുക്ക് എന്തൊരു ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവനെ പുറത്തെടുക്കുക, ഇവ റെഡി ആയി നോക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ബാർബിക്യൂ സോസ് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി ഇവനെ ബേക്ക് ചെയ്യുക. അപ്പോൾ ഇവനെ അടിപൊളി സെറ്റ് നല്ല ലുക്കായിട്ട് വരും. എന്നിട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ അമേരിക്കൻ സ്റ്റൈൽ ഓവൻ ബേക്ക്ഡ് ബീഫ് റിബ്സ്. അമേരിക്കൻ സ്റ്റൈൽ ബീഫ് റിബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടെസ്റ്റിംഗ് ടൈമാണ്. ടെസ്റ്റിംഗ് ടൈം. Whip it up, whip it fast, let the flames collide. Dance in the kitchen, turn the music up high. Oh, Bravo, lighting up the night. Flames in the kitchen, everything's alright. Cooking a passion, it's a silly show. Join the rhythm, let the good times flow. അപ്പോൾ ഞാനത് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഞാൻ ജസ്റ്റ് ഒരു മുളക് വെച്ചിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താ ഇതുണ്ടാ അത്രയും ഇതായിട്ട് ഇങ്ങനെ വിട്ട് പോകുന്നുണ്ടാ മെൽറ്റഡാണ്. അപ്പോൾ കണ്ടാ നൈസായിട്ട് ആ എല്ലൊക്കെ അങ്ങോട്ട് വിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. എന്താ നമുക്ക് ഇവനെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇവൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ. നോക്കിയാൽ ഈ ഒരു പീസ് ഉണ്ടാ ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ എന്താ അവസ്ഥ. ആ ഉള്ളിൽ നല്ല അടിപൊളി ജ്യൂസൊക്കെ ഉണ്ട് അതിനുള്ളിൽ. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ചെറുതായിട്ട് നനവ് വേണ്ട. ആ ജ്യൂസാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ടാ. വേണ്ടാ ബ്യൂട്ടിഫുൾ വേണ്ട ഗൈസ്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അവൻ.
അതിൽ വയ്ക്കുമ്പോൾ ഇഞ്ഞു പോകും. ഞാൻ ഈ BBQ സോസിൻ്റെ വലിയ ഫാനല്ല കേട്ടോ. ഞാൻ ലെയ്ജിയോട് കൂടിയിട്ട് കഴിക്കാൻ ഇഷ്ടം. ഇതൊരു വെറൈറ്റി ടേസ്റ്റ്. നമ്മൾ ഈ കൊറിയനൊക്കെ ട്രൈ ചെയ്യില്ലേ അതുപോലെ. അറിയില്ല എത്ര നന്നായിട്ട് കുക്ക് ചെയ്യാനേ. സ്ലോ കുക്കാണല്ലോ ചെയ്തത്. ഓയിൽ വയ്ക്കുമ്പോഴേക്കും കടിക്കാണ്ട് തന്നെ അലിഞ്ഞു പോണ പോലെ. സൂപ്പർ. വെള്ളനായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ആ BBQ സോസിൻ്റെ സ്വീറ്റ്നെസ് എടുത്ത് കാണിക്കുന്നുണ്ട്. ബീഫ് നമ്മളാ വെറുതെ സോൾട്ടും കുരുമുളക് ഇട്ട് തിന്നാൻ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു പീസ് വിട്ടുപോയി എടുക്കുന്നുണ്ട് ഇവിടെ കേട്ടാ. BBQ സോസിനുണ്ടല്ലോ ആ രുചി തന്നെ ഹൈലൈറ്റ് ആയി നിൽക്കണം കേട്ടോ. റിബ്സിൻ്റെ ബോൺസ് കൂടി ഉണ്ട് കേട്ടോ. ആ അപ്പം ഇത് സാധനം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്യണ നേരത്തെ റെസ്റ്റിംഗ് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ കുക്ക് ചെയ്തിട്ട് 3 മണിക്കൂർ 150 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നമ്മൾ കുക്ക് ചെയ്തത്. അതിന് ശേഷം നമ്മൾ പുറത്തെടുത്ത് ഒരു 240 ഡിഗ്രിയിൽ ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മുടെ ബാർബിക്യൂ സോസ് മുകളിൽ ഒഴിച്ചിട്ട് നമ്മൾ ഓവൻ ചെയ്തു. അതിന് ശേഷം അതെന്തിനാ അതൊന്ന് ആ സോസൊക്കെ കാരമലൈസ്ഡ് അതിലൊന്ന് ഒട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യണം. അതിന് ശേഷം നമ്മൾ അവനെ പുറത്തെടുത്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തു കേട്ടോ. അതാണ് ഇങ്ങനെയായിട്ട് വന്നേക്കണേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ അമേരിക്കൻ സ്റ്റൈൽ BBQ റിബ്സ്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ബക്കാലോ വീണ്ടും വരും. ബക്കാലോ. എനിക്ക് എല്ല് കാണുമ്പോൾ വിടാൻ തോന്നുന്നില്ല. നാട്ടിൽ നമ്മൾ ചിക്കനാ അല്ലെങ്കിൽ ബീഫ് അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലത്തെ എല്ലൊക്കെ കടിച്ചു മുറിച്ച് തിന്നുന്ന ഞാൻ ഇല്ല കോയ്സ്, നമുക്ക് അടിച്ചാൽ കിട്ടില്ല. ഓക്കെ.